കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫോണിൻ്റെ പ്രോസസ്സറിൽ ലോഡ് കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഉദാഹരണമായിട്ട് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറയുക, ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുക, ഫോണിൻ്റെ പെർഫോമൻസ് ലോ ആവുക, ഫോൺ ഹാങ് ആവുക, ലാഗ് ആവുക, ഫോൺ ഹീറ്റ് ആവുക, അങ്ങനെ പല പ്രോബ്ലംസുകളും നമ്മുടെ ഫോണിൻ്റെ പ്രോസസ്സറിന് ഒരുപാട് ലോഡ് വരുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സറിൻ്റെ ലോഡ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻസ് ആയിരുന്നാലും ശരി, എന്തായിരുന്നാലും ശരി, അതിൻ്റെ പ്രോസസ്സിംഗ് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക അളവ് വരെ നമുക്ക് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ സാധിക്കും. എങ്ങനെ നമ്മുടെ ഫോണിൻ്റെ പ്രോസസ്സറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിംഗ് ലിമിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. നമുക്ക് അപ്പോൾ ആ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് താഴെയായിട്ടൊരു ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരുപക്ഷേ നിങ്ങളുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എബൌട്ട് ഫോൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെയായിട്ട് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒരു 7 പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ 7 പ്രാവശ്യം ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനെ അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ബാക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില ഫോണുകളുടെ മോഡൽ അനുസരിച്ച് മേക്ക് അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ചില ഫോൺ ഞാൻ 1-2 ഫോണുകളിൽ കൂടി ഞാൻ കാണിച്ചു തരാം. MI വേർഷനിലുള്ള ഫോണുകൾ, MI ഉള്ള ഫോണുകളിലൊക്കെ നിങ്ങൾ എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് MI UI വേർഷൻ ആൻഡ്രോയിഡ് വേർഷൻ അല്ല, MI UI വേർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നിങ്ങൾ 7 പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ MI UI വേർഷൻ അടുപ്പിച്ച് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ബാക്കിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് റെഡ്മി MI തുടങ്ങിയ MI UI വേർഷൻ, ഇത് ആൻഡ്രോയിഡ് ഇത് ഉപയോഗിക്കുന്ന ഇതിലൊക്കെ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനൊരു വിവോയുടെ ഫോണും കൂടെ കാണിച്ചു തരും. വിവോയുടെ ഫോണിലും അതിലും വ്യത്യസ്തമാണ്. വിവോയുടെ ഫോണിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, വിവോയുടെ ഫോണിൽ നമ്മൾ ഫസ്റ്റ് സെറ്റിങ്സിലേക്ക് പോവുക. ഫോൺ സെറ്റിങ്സ് എടുക്കുക. ഫോൺ സെറ്റിങ്സ് എടുത്ത ശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് മോർ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മോർ സെറ്റിങ്സിൽ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അവിടെ എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ട, അവിടെ അല്ല ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് താഴോട്ട് പോകുമ്പോഴേക്കും സോഫ്റ്റ്വെയർ വേർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ട. സോഫ്റ്റ്വെയർ വേർഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിങ്ങൾ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ സോഫ്റ്റ്വെയർ വേർഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ 7 പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ബാക്കിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മോർ സെറ്റിംഗ്സ് തന്നെ ഏറ്റവും താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഓരോ ഫോണും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഫോണിനും മോഡൽ അനുസരിച്ചും മേക്ക് അനുസരിച്ചും ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുന്ന വ്യത്യസ്തം ഉണ്ടാവും. നിങ്ങൾക്ക് കാണുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കാണുക. അങ്ങനെ ഡെവലപ്പർ ഓപ്ഷൻ എടുത്ത ശേഷം നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എടുത്ത ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതിലൊന്നും തന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് ഇവിടെ കണ്ട ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഇത് ഓണാക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു ഡെവലപ്പർ ഓപ്ഷൻ മുകളിൽ നിങ്ങൾ ഓണാക്കി കൊടുക്കണം. ഓണാക്കി കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഒരു പാസ്വേഡ് ചോദിക്കും. ഫോണിൻ്റെ പാസ്വേഡോ സ്ക്രീൻ ലോക്കോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഓണാക്കാവുന്നതാണ്. ഓണാക്കിയ ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. കണ്ട, ഇതിൽ സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ്, ആൾമോസ്റ്റ് 1 പ്രോസസ്സ്, 2 പ്രോസസ്സ്, 3 പ്രോസസ്സ്, 4 പ്രോസസ്സ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ ഇതിലൊന്നും അല്ല ക്ലിക്ക് ചെയ്യണേ. നിങ്ങളിവിടെ അറ്റ്മോസ്റ്റ് 4 പ്രോസസ്സർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു നമ്മൾ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സർ 1, 2 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില ആപ്ലിക്കേഷൻസുകൾ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യാതെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില വാട്സപ്പിൽ നിന്നൊക്കെ മെസ്സേജ് വരാതിരിക്കുക, അങ്ങനെ കുറച്ച് പ്രോബ്ലംസുകൾ, നോട്ടിഫിക്കേഷൻസുകൾ വരാതിരിക്കുക, അങ്ങനെ പ്രോബ്ലംസുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അറ്റ്മോസ്റ്റ് 4 പ്രോസസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഉപയോഗിച്ച 4 ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ 4 പ്രോസസ്സിങ്ങുകൾക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കിംഗ് അലൗഡ് ആയിരിക്കും. അതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പും പെർഫോമൻസൊക്കെ നല്ല കറക്റ്റായിട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അറ്റ്മോസ്റ്റ് 4 പ്രോസസ്സർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്തെടുക്കുക. ഓക്കെ,
ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ലിമിറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ പഴയതുപോലെ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ, അതായത് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ലിമിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റിംഗ്സ് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെവലപ്പർ ഓപ്ഷൻ ഓഫ് ചെയ്തിടാനും സാധിക്കും. നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് ഒന്നും ഡെവലപ്പർ ഓപ്ഷൻ സെറ്റിംഗ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുകയും ഞങ്ങൾ ഇൻസ്റ്റാമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിൽ സാംസങ് ഫോണിൻ്റെ ഡെവലപ്പർ ഓപ്ഷൻ കൊണ്ട് നോക്കാം. ഡെവലപ്പർ ഓപ്ഷന് സാംസങ് ഫോണിൻ്റെ ഡെവലപ്പർ ഓപ്ഷൻ എടുത്ത ശേഷം നിങ്ങൾക്ക് അവിടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിലും ഉണ്ട്, എല്ലാ ഫോണുകളിലും ഉണ്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. നിങ്ങൾക്ക് ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയർ ഫോർ പ്രോസസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.